ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാനുള്ളത് സെക്കൻഡ് ലാംഗ്വേജുകളുടെ പരീക്ഷയാണ്. അപ്പോൾ മലയാളവും അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ. അപ്പോൾ എന്താണ്, നിങ്ങൾ മലയാളം എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, നമുക്ക് എന്തും എഴുതിയാൽ മാർക്ക് കിട്ടും എന്നുള്ള ധാരണയൊക്കെ തൽക്കാലം മാറ്റുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, +1 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ നമുക്ക് മലയാളത്തിന് നിരന്തരം എന്താണ് പ്രീവിയസ് ഇയർ ആയിട്ടുള്ളതും അതേപോലെ നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിച്ചത്. എങ്ങനെ വീണാലും 4 കാലിൽ വീഴാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഈ തവണ എല്ലാ വിഷയങ്ങളും നിങ്ങൾ കണ്ടല്ലേ, എല്ലാ സബ്ജക്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അത്യാവശ്യം പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതി ജയിക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളവും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലേ. എന്ന് വെച്ചാലും മലയാളത്തിന് നമുക്ക് ഇത്ര ചോദ്യം എന്നുണ്ടാവും. കാരണം മലയാളം നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കുക എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം മലയാളത്തിൽ എല്ലാ പാഠഭാഗങ്ങളും അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. നമ്മൾ ഇതുവരെ ഇത്രയും കാലം നമ്മൾ പഠിച്ചൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അല്ലേ, നമ്മൾ ഓരോ ചാപ്റ്ററും എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായി ഉഷാറായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പാഠം എന്താണ്, ആ പാഠത്തിൽ എന്ത് പറയണു, അതിലുള്ള കേന്ദ്ര ആശയം എന്താണ്, അതിൽ നിന്ന് വരുന്ന സാധ്യത ചോദ്യങ്ങൾ എന്തായിരിക്കാം അല്ലെ, ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സൈലം കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക്, നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് എന്താണ് ഒരിക്കലും അല്ലേ, ഇത് ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ച് ഫോളോ ചെയ്ത ഒരു കുട്ടിക്ക് ഒരിക്കലും അത് അത്ര ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. +1 പരീക്ഷയാണെങ്കിലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തത്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് മലയാളത്തിൻ്റെ കാര്യത്തിൽ വേണ്ട എന്നാണ് ടീച്ചർ ആദ്യമേ പറയുന്നത്. അപ്പോൾ നമുക്ക് ലൈവുകളും മാരത്തോൺ ക്ലാസ്സുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, അതൊക്കെ ജോയിൻ ചെയ്യുക. മാക്സിമം മലയാളം എടുത്തിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മലയാളം മാത്രമല്ല, ബാക്കി ലാംഗ്വേജ് അല്ലേ, സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 4ാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് കേട്ടോ. 4ാമത്തെ യൂണിറ്റിലുള്ളൊരു പാഠഭാഗമാണ് മാധ്യമ വിചാരം എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. അപ്പോൾ മൊത്തം നമുക്ക് എത്ര പാഠം പഠിക്കാനുണ്ട്, 17ഓളം പാഠഭാഗങ്ങളാണ് 4 യൂണിറ്റുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. കണ്ണാടി കാൺമോളവും, പ്രകാശം ജലം പോലെയാണ്, കിരാതവൃത്തം, അവകാശങ്ങളുടെ പ്രശ്നം അല്ലേ, തനതിടം എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റിൽ, കേശിനി മൊഴി, അഗ്നിവർണ്ണൻ്റെ കാലുകൾ, പഥത്തിൻ്റെ പഥത്തിൽ, മാപ്പിളപ്പാട്ടിലെ കേരളീയത, ദർപ്പണം എന്ന് പറയുന്ന 3ാമത്തെ യൂണിറ്റിൽ, കൊള്ളിവാക്കല്ലാതൊന്നും, ഖൗളി ജന്മം, തേങ്ങ, ഭദരിയും പരിസരങ്ങളും, യമുനോത്രിയുടെ ഊഷ്മളതയിൽ അല്ലേ. അങ്ങനെ 3ാമത്തെ യൂണിറ്റ് അങ്ങനെയാണ്. മാധ്യമം എന്നുള്ളതാണ് 4ാമത്തെ യൂണിറ്റ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ, മാധ്യമ വിചാരം, നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും, കയ്യൊപ്പില്ലാത്ത സന്ദേശം, ഇങ്ങനെ 17 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടീച്ചർ അത് പറഞ്ഞ് എന്താണെന്നറിയാമോ, നമുക്ക് ഇനി വരാനുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവുകൾ തരുന്നുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മിനി മാരത്തോണിലും ആദ്യത്തെ ദിവസമൊക്കെ ആയിട്ട് ടഫായിട്ടുള്ള, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന, അങ്ങനെയുള്ള പാഠമൊക്കെ കുറവാണ് എങ്കിലും അല്ലേ, നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് പഠിക്കണം അല്ലെ, ഒരു ക്ലിയർ ആവണം എന്ന് തോന്നുന്ന പാഠഭാഗങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ പാഠഭാഗങ്ങൾ തീർച്ചയായിട്ടും ടീച്ചർ എന്ത് ചെയ്യുന്നതായിരിക്കും, മിനി മാരത്തോണിൽ കുറച്ച് പാഠങ്ങളല്ലേ നമുക്ക് വേണ്ടു, അപ്പോൾ ആ ലൈവിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, ആ പാഠങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അല്ലേ വിശദമായിട്ട്. ഇപ്പം നിങ്ങൾക്ക് വരികളാണോ, കവിതയാണെങ്കിൽ കവിത അല്ലേ, ഇപ്പോൾ കഥയാണെങ്കിൽ അല്ലെങ്കിൽ ലേഖനമാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന പാഠങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഈ യൂണിറ്റ് അല്ലേ, അല്ലെങ്കിൽ ഇത്രയും പാഠഭാഗങ്ങൾ പഠിക്കാനുള്ളത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്നുകൂടെയാണ്, ഓർമ്മപ്പെടുത്തലാണ്. വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. ഇത്രയും പാഠഭാഗങ്ങളിലൂടെ എങ്കിലും നിങ്ങൾ കടന്നു പോകണം. മലയാളം ആയതുകൊണ്ടാണ് നിങ്ങൾ അല്ലേ എത്രത്തോളം വായിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ. കാരണം പൊതുവേ മലയാളമൊക്കെ നമ്മൾ എന്താണ് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നൊന്നും കാണാറില്ല. അപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഈ 17 ചാപ്റ്റേഴ്സും എന്താണ്, ആരെഴുതി, ഒരു കൃത്യമായ ധാരണ അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, മാധ്യമ വിചാരം അല്ലേ. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. യൂണിറ്റിൽ എന്താ പറയുന്നത്, പാഠത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സമകാലിക സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. പലതരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അത് ശക്തമായിരിക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഇവിടെ ഒന്ന് ഒരു ചെറിയതായ രീതിയിൽ പോലും എന്താണ്, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളിലേക്ക് അത് എത്തും അല്ലേ. കാരണം എന്താണ്, അത്ര ശക്തമായിട്ടുള്ള മാധ്യമ സംവിധാനം നമ്മളുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം,
പല രാജ്യങ്ങളിലും നടക്കുന്ന പല ക്രൂരതകളും, ഇന്ത്യയിൽ തന്നെ പല പല സംഭവങ്ങളുണ്ടായിട്ടും അതൊക്കെ പുറത്തേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കും. കാരണം അവിടെയൊക്കെ ഇത്ര സ്ട്രോങ് അല്ല മാധ്യമങ്ങൾ, അല്ലേ? അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്നത്തെ പത്രങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചും പത്രങ്ങൾക്കുണ്ടായിരിക്കേണ്ട ധർമ്മത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയത്തിലെ 4ാമത്തെ ശക്തിയായിട്ടൊക്കെ അറിയപ്പെടുന്നു. ഇപ്പോൾ നവമാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, 5th എസ്റ്റേറ്റ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടാണ് നിങ്ങൾ പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന അല്ലേ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഒരു എസ്സേ ചോദ്യം കൂടെ, പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ചോദ്യം കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന്. അപ്പോൾ ആവിഷ്കാരങ്ങളെ, അല്ലേ, നമ്മൾ ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും നിയന്ത്രിക്കുകയും അത് മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പുതിയ കാലത്ത് സാധ്യമാണെന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് മാധ്യമ പഠനം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. എല്ലാ ആളുകളും, അല്ലെ, ഇപ്പം നിങ്ങളിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖലയും ചിലപ്പോൾ മാധ്യമമായിരിക്കും, മീഡിയ ആയിരിക്കാം, അല്ലേ? മീഡിയ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മീഡിയ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്, അല്ലേ? പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, അല്ലേ, അതിനനുസരിച്ച് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് കോഴ്സുകളുടെ എണ്ണത്തിലും എന്ത് ചെയ്യുന്നു, അല്ലേ, വൈവിധ്യമാർന്ന കോഴ്സുകൾ വരുന്നു. സിനിമ ഒരു മീഡിയമായിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഒരുപാട് മീഡിയാസ് നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ പുതിയ കാലത്ത് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എത്രയൊക്കെ പാഠങ്ങളാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഓരോ പാഠത്തിലും പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാധ്യമ വിചാരത്തിൽ പരമ്പരാഗത മാധ്യമങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് സാധ്യതകളെക്കുറിച്ചും വിശകലനം ചെയ്യുന്നുണ്ട്. എവിടെ? മാധ്യമ വിചാരം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ 80കളുടെ മധ്യത്തിൽ 1980കളുടെ മധ്യത്തിൽ VR പ്രബോധചന്ദ്രൻ എഴുതിയിരിക്കുന്ന കൃതിയാണ് മാധ്യമ വിചാരം എന്ന് പറയുന്ന കൃതി. നവമാധ്യമങ്ങളുടെയും അവയുടെ സാധ്യതകളുടെയും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ അവതരിപ്പിക്കുന്ന ലേഖനമാണ് VK ആദർശിൻ്റെ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. അടുത്തത് എന്താണ്? നമുക്കറിയാം, അല്ലേ, പരമ്പരാഗതമായിട്ടുള്ള അല്ലേ ജനങ്ങൾ ആശ്രയിച്ച് വന്നിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് TV ആണ്. ദൂരദർശൻ ചാനലൊക്കെ, അല്ലേ, റേഡിയോ എന്നൊക്കെ പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മീഡിയകളായിരുന്നു ആദ്യകാലത്ത്. അപ്പോൾ ഞാൻ പാഠമൊക്കെ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഈ ടീച്ചറൊക്കെ ചെറിയ സമയത്ത് ഈ സീരിയൽ കാണാനും ശക്തിമാൻ ഒക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്നിരുന്നത് കാണുന്നതും റേഡിയോ നാടകങ്ങൾ കേട്ടതും റേഡിയോയിൽ പാർക്കി മാമൻ എന്ന് പറയുന്ന ഒരു അല്ലേ ജോക്കിയുടെ ഒരു കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കും മുമ്പ് സമയത്ത്, കേട്ട ആളുകൾക്കറിയാം. അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർക്കലോ തിരുത്തലോ ഒന്നുമില്ലാത്ത, സാധ്യമല്ലാത്ത വിധം രാഷ്ട്രീയവും മതപരവുമായിട്ട് ഉറച്ചു നിൽക്കുന്നവയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ പത്രം, റേഡിയോ, TV, റേഡിയോയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പണയം എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ +2 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ആ കഥയിലും ആ കാലഘട്ടത്തുണ്ടായിരുന്ന റേഡിയോ എന്ന് പറയുന്ന മീഡിയയെക്കുറിച്ച്, മാധ്യമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഇന്നലെ പഠിച്ച ഓർമ്മയില്ല, അപ്പോഴാണ് 2 വർഷം മുമ്പ് പഠിച്ചത്, അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ അറിയുന്ന, അല്ലെ, നമുക്ക് ഏറ്റവും കോൺഫിഡൻസോടുകൂടി നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു, അല്ലേ, വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ ആധികാരികമായിട്ട് എഴുതണമെങ്കിൽ എപ്പോഴും എന്താണ്, നമുക്ക് പാഠപുസ്തകം അറിഞ്ഞിരിക്കണം, അല്ലേ, അതിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ വക്താക്കൾക്കല്ലാതെ ശ്രോതാക്കൾക്ക് കാര്യമായിട്ട് ഇടപെടാൻ, അല്ലേ, സംവദിക്കാൻ കഴിയാത്ത നിലകളിലാണ്, അല്ലേ, ഇത്തരത്തിലുള്ള മീഡിയ ഒക്കെ അന്ന് ഉണ്ടായിരുന്നത്. ഇവയെ ആശ്രയിക്കുമ്പോൾ സമൂഹം നിഷ്ക്രിയ ഉപഭോക്താവ് മാത്രമാണ്. സമൂഹത്തിന് ഇവിടെ പ്രയോറിറ്റി ഒന്നുമില്ല, അല്ലേ? ഇപ്പോൾ പത്രമാണെങ്കിൽ തന്നെ പത്രത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ പറയണമെങ്കിൽ ആർക്ക് തന്നെ കത്തെഴുതണോ? പ്രിയപ്പെട്ട പത്രാധിപരെ എന്ന് പറഞ്ഞ് കത്തെഴുതണമായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയാണോ? കാലം ഒരുപാട് മാറി, അല്ലേ? ഒരുപാട് മുമ്പിലേക്ക് സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എങ്കിലും അഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ഇന്നും പരമ്പരാഗത മാധ്യമങ്ങൾ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഗുണവും ആകർഷകത്വവും ഒന്നിച്ചു ആവുക എന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഓക്കെ. ഇപ്പോൾ TV-യിലുള്ള, അല്ലേ, ചാനലുകളിലെ കാര്യമൊക്കെ നിങ്ങൾ ആലോചിച്ചു, അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് എന്തൊക്കെ തരണം ചെയ്തിട്ടാണ് അവരിതൊക്കെ ഓവർകം ചെയ്യുന്നുള്ളതും കൂടെ ആലോചിക്കുക. പിന്നെ ഗുണം കൂടുമ്പോൾ ആകർഷണം കുറയും, ആകർഷണം കൂടുമ്പോൾ ഗുണം കുറയുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്, അല്ലേ? പരസ്യങ്ങൾ മാധ്യമങ്ങളുടെ അനിവാര്യമായൊരു ഘടകമായിട്ട് നമുക്ക് പറയാം.
അപ്പോൾ മാധ്യമങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ മാധ്യമങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പരസ്യങ്ങൾ. പരസ്യ വിപണി മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെ, ഒരു പരിധി വരെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലേ. നമ്മൾ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ കഴിഞ്ഞ വർഷം? അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് സിനിമ മാറുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പരസ്യ ചിത്രങ്ങളും തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മളുടെ സ്കിൻ കെയർ, അല്ലെ, നമ്മുടെ ലൈഫ് റൂട്ടീൻ, ഇതൊക്കെ നിർണ്ണയിക്കുന്ന എന്താണ്, പരസ്യ ചിത്രങ്ങളാണ് എന്നുള്ളതാണ്. ഒരു പരിധി വരെ അല്ലേ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്, തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പരസ്യ ചിത്രങ്ങളെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചിന്തയിൽ നിന്നുമുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ചിന്തയെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. എല്ലാ പരസ്യങ്ങളും നൽകുന്നത് അതിശയോക്തിപരമായിട്ടുള്ള വിവരണങ്ങളാവണമെന്നില്ല, അല്ലേ. വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് സുരക്ഷ തുടങ്ങിയ സർക്കാർ വക പരസ്യങ്ങൾ എന്താണ്, ജനങ്ങൾക്ക് ഗുണകരമായിട്ട് വരാറുണ്ട്. പിന്നെ സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളെ നവമാധ്യമങ്ങൾ എന്ന പോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇവയിൽ പത്രലേഖകനും പത്രാധിപരും വായനക്കാരും ഒക്കെ ഒന്നായി ചേരുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നു. വാർത്തകൾ സുതാര്യമാവുന്നു. എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനും ഇടപെടാനും സാധ്യമാകുന്ന വിനിമയ സാധ്യതകൾ അല്ലെങ്കിൽ വിവരവിനിമയ സാധ്യതകൾ എന്താണ്, സമൂഹത്തിന് സ്വന്തമാകുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ വിവരങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് നിസ്സംശയം നമുക്ക് പറയാനൊന്നും പറ്റില്ലെങ്കിലും മൂല്യസങ്കല്പങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുന്നില്ലെങ്കിലും സംശയങ്ങളും നമ്മുടെ ദുരുപയോഗമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എന്താണ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് സാമാന്യ ജീവിതത്തെ എന്താണ് വളരെയേറെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വർഷം മുന്നേ എഴുതപ്പെട്ടൊരു കൃതിയാണ്, അല്ലേ. പക്ഷെ ഇന്ന് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളത്, അല്ലേ. ഇപ്പോൾ എത്രയോ ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മളുടെ ജീവിതം തന്നെ, അല്ലേ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും, ഇപ്പോൾ എനിക്കറിയാത്ത സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പുതിയ കാലത്ത് അത്രയും സ്വാധീനം എന്തിനുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾക്ക്, അല്ലേ, ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊരു എസ്സേ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണ്, നവമാധ്യമങ്ങളുടെ ദുരുപയോഗം സമൂഹത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അവയെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് 8 മാർക്കിന്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ മുഖപ്രസംഗം, ഉപന്യാസമൊക്കെ ചോദിക്കുക നമ്മുടെ സമകാലിക ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമം എന്നൊക്കെ പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലേ. അപ്പോൾ പലതരത്തിൽ ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ, ആളുകളെ എതിരെ ഉപയോഗിക്കുന്നുണ്ട്, ആയുധമായി മാറ്റുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ എന്താണ്, അത് കുട്ടികളെ സ്വാധീനിക്കുന്നത് മറ്റൊരു രീതിയിലാണ്, അല്ലെ, എന്താ വഴിവിട്ട ജീവിതം നയിക്കുന്നതിലേക്ക് വരെ എന്ത് ചെയ്യുന്നു, ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരുപാട് സാധ്യതകൾ ഇപ്പുറത്തുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ, അല്ലേ, അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കിടയിൽ എന്താണ്, അതെങ്ങനെ ചെയ്യപ്പെടണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്, അല്ലേ. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, നമ്മളുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സാമൂഹിക എന്താണ് നവമാധ്യമങ്ങൾ, നവം എന്നിപ്പോൾ ഇനി പറയേണ്ട ആവശ്യമില്ല, ഇത് അന്ന് എഴുതിയ കാലത്ത് നവം എന്ന് പറഞ്ഞാണ്, പുതിയ കാലത്ത് നവമാധ്യമം എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലേ. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണ്, നവമല്ല, അത് പുതിയതൊന്നും അല്ല, അല്ലേ. നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെ ശൈലിയുടെ ഭാഗമായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഒരു ദിവസം വാട്സപ്പും ഇൻസ്റ്റഗ്രാമും, അല്ലേ, ഫേസ്ബുക്ക് നിങ്ങളുടെ ഉണ്ടാവില്ല, അല്ലേ. ഫേസ്ബുക്ക് കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നു എന്നാണ് എൻ്റെ കുട്ടികളൊക്കെ എന്നോട് പറയാറുള്ളത്. അങ്ങനെയാണോ? ഓക്കെ. പിന്നെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ലൈവിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പറയണം, ഇൻട്രാക്ട് ചെയ്യണം, എന്തൊക്കെയാണ് പുതിയ കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന, അല്ലേ, മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ നിങ്ങൾ പറയണം. അപ്പോൾ പുതിയ കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം മീഡിയകൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നത്, പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു എസ്സേ ചോദ്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതിലൊരു ചോദ്യം വന്നല്ലോ, എന്താണ്, മുഖപ്രസംഗം, അല്ലേ. ഇതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതും. കാരണം മീഡിയസിനെ കുറിച്ചാണ്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം, മലയാളം അറിയായതുകൊണ്ട് നമുക്ക് എഴുതാം. പക്ഷെ ചോദ്യം എന്താണ്, മുഖപ്രസംഗം എഴുതാനാണ്, എഡിറ്റോറിയൽ. നിങ്ങൾക്കറിയാമോ മുഖപ്രസംഗം എങ്ങനെ എഴുതണ്ടേന്നുള്ളത് അറിയാമോ? അറിയാത്തവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഘടനയുണ്ട്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. കാര്യം മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. മുഖപ്രസംഗത്തിൻ്റെ ഘടന അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്കതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവരെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടീച്ചർ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, അത് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിച്ചിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ലൈവുകളിലൊക്കെ ഉഷാറായിട്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം. നമുക്ക് പാഠഭാഗങ്ങളൊക്കെ എന്താണ് ക്ലിയർ ആയിട്ട് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.